ഇതിലും മോശം പ്രകടനം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ചാർജ് ഏറ്റെടുത്ത ശേഷം 3ാമത്തെ ദേശീയ ഗെയിംസാണ്. അപ്പോൾ അതിലൊന്നും വലിയൊരു മോശം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ രാജ്യത്തുള്ളൊരു പ്രശ്നം ഫെഡറേഷനുകളാണ് കായിക ഇനങ്ങൾക്കുള്ള കായിക താരങ്ങളെ തയ്യാറെടുപ്പിക്കുന്നത്. താഴെത്തട്ടുന്ന ചാമ്പ്യൻഷിപ്പുകളിലൂടെ അവരെ തിരഞ്ഞെടുത്ത് അതാത് ഇത്തരത്തിലുള്ള ദേശീയ തലത്തിലുള്ള മത്സരങ്ങളിലേക്ക് തയ്യാറാക്കി അയക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ചുമതല കായിക സംഘടനകൾക്കാണ്. അതിൽ നമ്മൾ ഇടപെടാറില്ല. പക്ഷേ ഇതിനാവശ്യമായുള്ള ധനസഹായം കായിക വകുപ്പ് നൽകാറുണ്ട്. സ്പോർട്സ് കൗൺസിൽ മുഖാന്തരമോ ഡയറക്ടറേറ്റ് മുഖാന്തരം നമ്മൾ നൽകാറുണ്ട്. അത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ദേശീയ ഗെയിംസ് പ്രഖ്യാപിച്ചതിന് ശേഷം 4.5 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചു. അവർക്ക് ആവശ്യമായുള്ള എല്ലാ സൗകര്യങ്ങളും കിറ്റടക്കം എല്ലാം ചെയ്തു കൊടുത്തു. ചരിത്രത്തിലാദ്യമായി ട്രെയിനിന് എത്തിപ്പെടാൻ 6 ദിവസം വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ വിമാനത്തിനുള്ള റിട്ടേൺ ടിക്കറ്റ് അടക്കം എടുത്തു കൊടുത്തു. മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. അതും ചെയ്തു. പിന്നെ കായിക സംഘടനകൾ ിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ പറഞ്ഞ ആൾ. അദ്ദേഹം രാവിലെയാണോ വൈകിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ പറയുന്ന കക്ഷി ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ്, ഹോക്കി. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിട്ട് തന്നെ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങുന്ന ഒരു ഇനത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ 10 വർഷമായി ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ വിമർശിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യണ്ടോന്ന്. അദ്ദേഹം ആ പ്രസിഡൻ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഹോക്കി ഇന്നേ വരെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ ദേശീയ ഗെയിംസിൽ? അല്ലെങ്കിൽ ഏത് കാലത്ത് ചെയ്തില്ല? ഒരു തവണ വനിതാ ഹോക്കി ഒന്ന് ക്വാളിഫൈ ചെയ്ത് മത്സരത്തിൽ തോറ്റും ചെയ്തു. ഞാൻ അതിനെ പഴി പറയല്ല. സ്പോർട്സ് ഒരു സ്പിരിറ്റാണ്. അതിങ്ങനെ നിരന്തര പരിശീലനത്തിലൂടെ ആകും. പക്ഷെ ഇത്രയും കാലം എല്ലാ വർഷവും കൃത്യമായി ബഡ്ജറ്റ് ഫണ്ടിൽ നിന്ന് തന്നെ ഗ്രാൻഡ് വാങ്ങുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് ഇത് പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കും. രണ്ടാമത്തെ കാര്യം, കേരളത്തിന് കിട്ടേണ്ട 22ഓളം മെഡലുകൾ നഷ്ടമായത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ പാരമ്പര്യ ആയോധന കലയായിട്ടുള്ള കളരി കഴിഞ്ഞ തവണ ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. കളരി എന്നുള്ളത് കേരളത്തിൻ്റെ തനതായ പാരമ്പര്യമായിട്ടുള്ള ഒരു ആയോധന കലയാണ്. അതിനെ മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തവണ കേരളത്തിൽ നിന്നും ഉള്ള ഒളിമ്പിക്സിൻ്റെ ദേശീയ പ്രസിഡൻറ്റും സംസ്ഥാന പ്രസിഡൻറ്റും അടക്കമുള്ള ഒരു കറക്ക് കമ്പനി ഡൽഹി ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടും ആ മത്സരം നടത്താൻ തയ്യാറായില്ല. അതിനുശേഷം ഡൽഹി ഹൈക്കോടതി പറഞ്ഞു തെറ്റായ കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ ആ ദേശീയ പ്രസിഡന്റ് കോടതിയിൽ ഹാജരായിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് പാളിച്ചുണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും കാര്യങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിൽ ഫെഡറേഷനുകൾ 3ഉം 4ഉമായിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ ദേശീയ ഫെഡറേഷനുകളും. ഇത് ഇപ്പോൾ രാജ്യത്തിന് തന്നെ പുതിയൊരു പോളിസി നമ്മുടെ പുതിയ കായിക വകുപ്പ് മന്ത്രി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഞങ്ങൾ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സ്പോർട്സ് തന്നെ താഴേക്ക് പോകാൻ കാരണം ഇത്തരം കായിക സംഘടനകൾ തമ്മിലുള്ള സ്പർദ്ധയും അടിയുമാണ്. ഇപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം അവിടെ നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രി വന്ന സമയത്ത് ഞങ്ങൾ ഡീറ്റെയിലായി റിപ്പോർട്ട് കൊടുത്തു. ഇത്തവണയും കൊടുത്തു. ഇവിടെ ആദ്യം നിയന്ത്രിക്കേണ്ടതും ഇവിടെ സ്പോർട്സ് രക്ഷപ്പെടണമെങ്കിൽ ഇതിനാദ്യം നിയന്ത്രണമാണ്. ഇപ്പോൾ ഒളിമ്പിക്സിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. ദേശീയ ഗെയിംസ് വിട്, കേരളത്തിൻ്റെ വിട്, വലിയ മോശമൊന്നുമല്ല. നമ്മൾ പങ്കെടുത്തതിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒളിമ്പിക്സിൽ നമ്മുടെ സ്ഥിതി എന്താ? ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആണല്ലോ ഇവർ. അഖിലേന്ത്യാ പ്രസിഡൻറ്റും കേരളത്തിൻ്റെ അഖില കേരള പ്രസിഡൻറ്റും ഒക്കെ ആണല്ലോ. അതിൻ്റെ സ്ഥിതി എന്താ? അപ്പോൾ അതൊക്കെ തന്നെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് പഠിക്കണം. ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനനുസൃതമായി ധാരാളം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. പുതിയ കായിക നയം അടക്കമുള്ള കാര്യങ്ങളിൽ നിരവധി മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ
നിയമസഭയിൽ ബില്ല് വരികയാണ് വീണ്ടും മാറ്റത്തിന് വേണ്ടി. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ടീം പോകുന്നതുമായി ബന്ധപ്പെട്ട് ധർമ്മ ഹാളിൽ നിയമസഭയ്ക്കുള്ളിൽ മീറ്റിംഗ് വിളിച്ച സമയത്ത് ഈ എല്ലാ കായിക സംഘടനകളിലും പ്രസിഡന്റുമാരുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ തവണ എനിക്കത്ര ശുഭാപ്തി വിശ്വാസമില്ല. ഞാൻ അവരോട് തുറന്നു പറഞ്ഞതാണ്, നിങ്ങളെ പെർഫോമൻസിൽ എനിക്ക് പക്ഷേ എങ്കിലും നമ്മൾ പങ്കെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ നമുക്ക് മെഡൽ ഉണ്ടാവണം. പിന്നെ അവിടെ നടക്കുന്ന കാര്യത്തിലപ്പുറം ഇപ്പോൾ ഹാൻഡ്ബോളുമായി ബന്ധപ്പെട്ട് ഒരു കേസ്, മത്സരം നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ സംഘാടകർ പറയാണ്, ഇതിൻ്റെ സ്വർണം നമുക്ക് പിന്നെ ഹരിയാനയ്ക്ക് കൊടുക്കണം, നിങ്ങൾ പിന്നെ ഒരു തൽക്കാലം ഒരു സിൽവറിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാം. ഒരു ഗെയിം നടക്കുമ്പോഴാണ് പറയുന്നത്. ഇതൊക്കെ നോക്കാനല്ലേ ഇവിടെ ഈ ഒളിമ്പിക്കിൻ്റെ പിന്നെ അഖിലേന്ത്യാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും ഇവിടുന്ന് നമ്മളെ സർക്കാരിൻ്റെ ചിലവിൽ അങ്ങോട്ട് പോയിട്ടുള്ളത്. അത് നോക്കണ്ടേ, എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ സ്വർണം നഷ്ടപ്പെട്ട്? ഒരു സ്വർണം കോംപ്രമൈസ് ചെയ്യാണ് മത്സരത്തിന് മുമ്പ്, അതറിഞ്ഞിട്ടുണ്ടോ? ആ, അങ്ങനെ ചെയ്യാൻ കഴിയൂ? കഴിവുള്ളതാണ് മത്സരം ജയിക്കണ്ടേ. കളരി 21ഓളം മെഡലുകൾ നമുക്ക് വരേണ്ടതല്ലേ? അതിനെന്താ കോടതി വരെ പോയി, നമ്മളെ കുട്ടികൾ ഹൈക്കോടതിയിൽ വരെ പോയി. ഇവരെന്തെങ്കിലും ചെയ്തു? ഈ പറയുന്ന ആളുകൾ അവരല്ലേ ചെയ്യേണ്ടത്? ഇവിടുത്തെ അബദ്ധം എന്താ? സർക്കാർ ഇതിനെല്ലാം പണം ചെലവഴിക്കുക, ഈ അവസാനം ഇവരാണ് ഈ തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്ന ആളുകൾ. അത് തെറ്റായൊരു രീതിയാണ്. സർക്കാർ തന്നെ ഇത്തരം ദേശീയ ഗെയിംസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ എന്നാണോ നേരിട്ട് ആളുകളെ അയക്കാൻ നമുക്ക് കഴിയും, അന്ന് രക്ഷപ്പെടും. ഇപ്പോൾ വോളിബോൾ ജയിച്ചല്ലോ, വോളിബോൾ സർക്കാരിൻ്റെ കമ്മിറ്റിയാണ് അതെല്ലാം തയ്യാറാക്കിയത്. അവസാനം ഒരു കോടതി പോയി അവർ കൊണ്ടുപോകണമെന്ന്, ശരി, നമ്മൾ എതിർത്തില്ല. അതിൽ ഒരു ടീമിൽ നിന്ന് 2 ആളുകളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാറ്റി. ആ ഗെയിമിൽ നമ്മൾ സെക്കൻഡായി, സിൽവറായി, അല്ലെ 2 ഗോൾഡ് വരേണ്ടതല്ലേ? അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞാൻ അത്ര പരത്തി പറയാനൊന്നും ആഗ്രഹിക്കില്ല. സ്പോർട്സിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണത നടക്കുന്നുണ്ട്. എന്നാണോ കായിക സംഘടനകളെ കൃത്യമായി ഒന്നിച്ചു കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയുക, സർക്കാർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ ഫെഡറേഷനുകളിൽ ഈ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ചാൽ മാത്രമേ സത്യസന്ധമായും കൃത്യമായും കായിക രംഗത്ത് നമ്മുടെ ദേശീയ മത്സരം മാത്രമല്ല ഒളിമ്പിക്സ് അടക്കമുള്ള മത്സരങ്ങളിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയും. തീർച്ചയായും ഓരോ കാര്യത്തിലും 4 സംഘടനകളാണ്. കരാട്ടെ 5 എണ്ണമാണ്, കളരി 4 എണ്ണമാണ്. അങ്ങനെ ഓരോന്നെടുത്താൽ 4ഉം 5ഉം ആളുകളാണ്. നിങ്ങൾ എത്ര ചാമ്പ്യൻഷിപ്പ് എടുത്തു? ഈ 4 സംഘടനകളും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എങ്കിലും നമ്മൾ കഴിയുന്നത്ര ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സംഘടനകൾക്ക് ചെറിയ ഗ്രാൻഡ് കൊടുക്കാൻ ബാക്കിയുണ്ട്, അതും കൊടുക്കും അടുത്ത ദിവസം. അതൊരു വിമർശനമായി വരാൻ സാധ്യതയുണ്ട്, പക്ഷേ അതും നമ്മൾ കൊടുക്കും. പക്ഷേ സുനിൽകുമാറിന് ഇത്രയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പം അതൊരു ഗൂഢാലോചന മന്ത്രി കാണുന്നു എന്തെങ്കിലും തരത്തിലുള്ള? നമുക്ക് ഇതിൽ ഒരു ഈ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകളാണോ നമ്മൾ? എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്? ഈ ഇദ്ദേഹത്തെ പോലത്തെ ആളുകൾ പറയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചോദിക്കണം. ഈ ദർബാർ ഹാളിൽ നടന്ന മീറ്റിങ്ങിൽ ഇത്തവണത്തെ നിങ്ങളുടെ പെർഫോമൻസിൽ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ പറഞ്ഞു നമ്മൾ നല്ല രീതിയിൽ തന്നെ മെഡലുമായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുൻകൂട്ടി തന്നെ നമ്മൾ പറഞ്ഞതാണ്, മോശമായിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാരണം അതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ സ്പോർട്സ് രക്ഷപ്പെടണമെങ്കിൽ കായിക സംഘടനകൾ കുറേ കൂടി ആത്മാർത്ഥമായി ഇതിലോട്ടാണ്. ദേശീയ തലത്തിലുള്ള സ്പ്ലിറ്റുകളുണ്ട് ഫെഡറേഷനുകൾ തമ്മിൽ. ആ സ്പ്ലിറ്റ് പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനിയും നമ്മൾ താഴെ പോകും. പക്ഷേ ബേസിക് സ്പോർട്സിൽ, ഇത് മത്സരാധിഷ്ഠിത സ്പോർട്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബേസിക് സ്പോർട്സിൽ നല്ല നിലവാരം ഇപ്പോൾ നമ്മൾ പുലർത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 1400 കോടിയാണ് നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സ്പോർട്സ് വരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാഠപുസ്തകം കൊണ്ടുവരുന്നത്, പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം അടക്കം കാര്യങ്ങൾ ബേസിക് സ്പോർട്സിൽ ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് വരുന്നത്, ഞാൻ 3 വർഷം മുമ്പ് പറഞ്ഞൊരു വാക്ക് തിരിച്ചു പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് റിസൾട്ട് വരുന്നതല്ല നമ്മളെടുക്കുന്ന പണികൾ. അതൊന്ന് കൃത്യമായി തന്നെ അത് വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ
ഒരു 4-5 വർഷത്തിനുള്ളിൽ നമ്മളാവും ഇന്ത്യയിൽ ഫസ്റ്റ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷെ അതിനെന്താ പ്രശ്നം തരും? ഇത്തരത്തിലെ വിമർശനങ്ങൾ നടത്തുമ്പോൾ ഈ പണം വാങ്ങി പുട്ടടിക്കുന്ന ആളുകൾ തന്നെ അത് തീരുമാനിക്കണം. അവരാദ്യം നന്നാവും. നിങ്ങൾ ഈ പണം വാങ്ങുന്നുണ്ടല്ലോ, ഓരോ വർഷവും 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ ഈ അസോസിയേഷന്. ആദ്യം 10-15 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ഒരു 5 വർഷം നിങ്ങൾ പരിശീലിച്ചോ. 5 വർഷമൊക്കെ പരിശീലിപ്പിച്ചിട്ട് ഒരു ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ ഈ പണം ഉപയോഗിച്ച് ചെയ്യുന്നത് മറ്റെന്തോ അല്ലേ. അപ്പോൾ ഞാനതിൽ കാണുന്ന അതാണ്. വിമർശിച്ചോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല, നമുക്കൊരു മടിയില്ല വിമർശനം കേൾക്കാനും. പക്ഷെ അത് വിമർശിക്കുമ്പോൾ അതിന് പ്രാപ്തമാവണം വിമർശിക്കുന്ന ആൾ. ഏതെങ്കിലും അങ്ങാടിപ്പിള്ളേരെ പോലെ നടന്നിട്ടുള്ള ഈ വക കാര്യങ്ങൾ നിർത്തുന്നതാണ് നല്ലത്.